നമസ്കാരം. സൗദി അറേബ്യയ്ക്ക് ലോകത്തെ പ്രധാന വിപണികൾ നഷ്ടമായേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ മറ്റൊരു നീക്കം. ഓഗസ്റ്റ് മാസത്തിൽ ഏഷ്യയിലേക്ക് നൽകാനിരിക്കുന്ന ക്രൂഡ് ഓയിൽ വില വൻതോതിൽ സൗദി കുറച്ചേക്കും എന്നാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ട്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു വരുന്നതിനിടെയാണ് സൗദി വില കുറയ്ക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സൗദി അരാംകോ ഏഷ്യയിലേക്കുള്ള എണ്ണ വില കുറയ്ക്കുന്നുണ്ട്. ഒപ്പക്കിൽ നിന്നും രാജിവെച്ച UAE കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിച്ച് കയറ്റുമതി ചെയ്യുകയാണ്. എന്തായാലും ഇന്ത്യയിലേക്ക് അയക്കുന്ന എണ്ണയുടെ അളവ് UAE കുത്തനെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ലോകത്തെ പ്രധാന വിപണിയായ ഇന്ത്യയിൽ UAEയുടെ എണ്ണ സാന്നിധ്യം എന്നത് ശക്തമാകുമ്പോൾ സൗദി മറുതന്ത്രം പയറ്റുകയാണ്. കാരണം പിടിച്ചു നിൽക്കലാണല്ലോ ലക്ഷ്യം. അപ്പോ UAEക്ക് പിന്നാലെ ഇറാഖും ഒപെക് കൂട്ടായ്മയിൽ നിന്നും രാജിവെക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ജൂലൈയിൽ ഇത് സംബന്ധിച്ച് ഇറാഖ് അന്തിമ തീരുമാനവും എടുത്തേക്കും. ഇറാഖ് ഒപെക് വിടുകയും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച കയറ്റുമതി ചെയ്യുകയും ചെയ്താൽ സൗദിയുടെ വിപണികളെന്റെയും സ്വാഭാവികമായും നഷ്ടമായേക്കും. ഇന്ത്യ കൂടുതൽ ക്രൂഡ് വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാഖ്. ഈ സാഹചര്യമെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് സൗദി അരാംകോ ക്രൂഡ് വില കുറയ്ക്കാൻ പോകുന്നത്. ഏഷ്യൻ വിപണിയിലെ പ്രധാന ഉപഭോക്താക്കളായ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ എണ്ണ കമ്പനികൾക്ക് സൗദിയുടെ പുതിയ തീരുമാനം അനുകൂലമാകും. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരായ സൗദി അരാംകോ തങ്ങളുടെ പ്രധാന ഇനമായ അറബ് ലൈറ്റ് ക്രൂഡിന്റെ വില ബാരലിന് $6.50 മുതൽ $8 വരെ കുറയ്ക്കുമെന്നാണ് സൂചന. ഇതോടെ ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള അറബ് ലൈറ്റിന്റെ പ്രീമിയം തുക ദുബായ്, ഒമാൻ ശരാശരി നിരക്കിനേക്കാൾ വെറും $1.50 മുതൽ $3 വരെ മാത്രമായി ചുരുങ്ങും. ജൂലൈ മാസത്തിൽ ഇത് ഒമാൻ, ദുബായ് നിരക്കുകളേക്കാൾ ബാരലിന് $9.50 അധികമായിരുന്നു. അറബ് ലൈറ്റിന് പുറമെ അറബ് എക്സ്ട്രാ ലൈറ്റ്, മീഡിയം, ഹെവി തുടങ്ങിയ മറ്റ് ക്രൂഡ് ഇനങ്ങൾക്കും ഇതേ അളവിൽ വില കുറയ്ക്കാനാണ് അരാംകോയുടെ പദ്ധതി. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വിതരണ ശൃംഖലയിൽ നേരിട്ട പ്രതിസന്ധികളെ തുടർന്ന് ഏഷ്യൻ വിപണിയിൽ സൗദി ക്രൂഡ് ഓയിലിന്റെ ആവശ്യകതയിൽ നേരിയ കുറവുണ്ടായിരുന്നു. ഇതിന് പരിഹാരം എന്നോണം കൂടിയാണ് പുതിയ നീക്കമുണ്ടായിരിക്കുന്നത്. സൗദി ക്രൂഡിന് ആവശ്യം കുറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഹോർമോസ് കടലിടുക്ക് താൽക്കാലികമായി തുറക്കാൻ ധാരണയായത് വിപണിയിലെ ആശങ്കകൾക്ക് അയവ് വരുത്തി. ഇതോടെ ആഗോള എണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കുറയുകയും ദുബായ്, ഒമാൻ, മർബൻ ക്രൂഡ് ഓയിലുകളുടെ വില ഇടിയുകയും ചെയ്തു. ഉപരോധങ്ങളുടെ ഇളവുകൾ ലഭിച്ചതോടെ ഇറാൻ എണ്ണ വിപണിയിലേക്ക് വൻതോതിൽ ക്രൂഡ് ഓയിൽ എത്തിക്കാൻ തുടങ്ങി. ഇറാനിൽ നിന്നുമുള്ള വിതരണം കൂടിയതോടെ മിഡിൽ ഈസ്റ്റിലെ എണ്ണ വിപണിയിൽ മൊത്തത്തിലുള്ള ലഭ്യത വർദ്ധിക്കുകയും ഇത് വിലയെ താഴേക്ക് നയിക്കുകയും ചെയ്തു. പേർഷ്യൻ ഗൾഫിൽ തങ്ങളുടെ പ്രധാന തുറമുഖമായ റാസ് തനൂറയിൽ നിന്നും ക്രൂഡ് ഓയിൽ കയറ്റുമതി പുനരാരംഭിക്കാൻ സൗദി അറേബ്യ തയ്യാറെടുക്കുകയാണ്. നിലവിലാകട്ടെ ചെങ്കടലിലെ യാൻബു തുറമുഖം വഴിയാണ് സൗദി പ്രധാനമായി കയറ്റുമതി നടത്തുന്നത്. 2 വഴിയിലൂടെയുള്ള ഈ വിതരണം എണ്ണയുടെ ഒഴുക്ക് ഇരട്ടിയാക്കും. ഈ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുമ്പോൾ അത് ഇന്ത്യയിലുടനീളമുള്ള പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ ഇറക്കുമതി ചിലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. എന്നാൽ യുദ്ധം വീണ്ടും ശക്തിപ്പെടും എന്ന വിവരം വിപണി ആശങ്കയോടെയാണ് കാണുന്നത്.